ഹായ് സ്റ്റുഡൻസ്, ഡിസംബർ ലാസ്റ്റിലെ എക്സാം ഫേസ് ചെയ്യാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ എക്സാമിനോട് അടുക്കുമ്പം നാച്ചുറലി എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ മിക്ക സ്റ്റുഡൻസിനും നല്ല ടെൻഷൻ ഉണ്ടാവും. നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പലരും ഹൈലി സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ സ്റ്റുഡൻസ് എന്നെ പേഴ്സണലി ചോദിക്കാറുണ്ട്, സാറേ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര സ്ട്രെസ്സാണ്, ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറേ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നമ്മളൊരു 6 മാസമായിട്ട് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസാണ്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമുക്കൊരു കോൺഫിഡൻസ് വരണം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരണം. ഈ കോൺഫിഡൻസ് വെച്ചിട്ട് നമ്മളിനി മുന്നോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ ഇതുവരെ നോളേജ് ഒരുപാട് ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റേജ് പ്രിപ്പറേഷൻ നമ്മളിതിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. കാരണം എക്സാമിന് 2 കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് നിങ്ങളുടെ നോളേജ് ലെവലും, രണ്ടാമത്തെ സ്പീഡാണ്. അപ്പോൾ നമ്മൾ എക്സാമിന് സ്പീഡ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിലാണ് ലാസ്റ്റ് ദിവസങ്ങൾ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത്. സ്പീഡ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് അതിന് നിങ്ങളെടുക്കുന്ന ജഡ്ജ്മെൻറ്റ് ടൈം മുതൽ നമ്മൾ ഓപ്ഷൻ മാർക്ക് ചെയ്ത് വരെ എടുക്കുന്ന സമയം, അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് നമ്മൾ ഔട്ട്പുട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് കുറഞ്ഞ സമയം കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, മോഡൽ എക്സാംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മോഡൽ എക്സാംസ് ചെയ്ത് എക്സാമിൻ്റെ അതേ സ്റ്റൈലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ആ ടൈമിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് തീർക്കാം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം. ഇപ്പോൾ 2 മണിക്കൂറാണ് നമ്മൾ എക്സാം എങ്കിൽ ആ 2 മണിക്കൂറിൽ തന്നെ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന രീതിയിൽ അതേ ഫോർമാറ്റുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാം, ഔട്ട്പുട്ട് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ പേപ്പറിന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ പേപ്പർ 3ൽ 3 ഏരിയാസ് വരുന്നുണ്ട്: മാത്സ്, ലോജിക്കൽ റീസണിങ്, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇതിനെല്ലാത്തിലും നമ്മൾ ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ, മാത്സിൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ സ്റ്റാറ്റിക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ വരെ എല്ലാ ചാപ്റ്ററിനും ഒരേപോലെ നമ്മൾ കൺസിഡറേഷൻ കൊടുക്കണം. അപ്പോൾ ചാപ്റ്റേഴ്സിലെ ടോപ്പിക്സ് എല്ലാം നമ്മളൊന്ന് റിവൈസ് ചെയ്യാം. എക്സാമിന് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് അപ്പിയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്ന സമയം, ആ ഒരു ജഡ്ജ്മെൻറ്റ് ടൈം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയം, നമുക്ക് എക്സാമിന് ഒരിക്കലും നമുക്ക് ചിന്തിച്ച് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. യു ഓൺലി ഹാവ് ടൈം ടു റിയാക്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിൽ ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ഇത് നമുക്ക് എക്സാമിന് ഡെലിവറി ചെയ്യണമെങ്കിൽ നമ്മൾ അതേപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഇക്വേഷൻസ് തറവായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു 1-2 ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ള ചാപ്റ്ററിൽ ബോണ്ട് ഇവാലുവേഷൻ ഉള്ളൊരു ടോപ്പിക്, ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ബോണ്ട് ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് അതേ ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. റീസണിങ്ങിൽ നമ്മൾ ബ്ലഡ് റിലേഷൻസ് എടുത്തു കഴിഞ്ഞാൽ പോയിൻറ്റിങ് ടൈപ്പിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് ബ്ലഡ് റിലേഷൻസ് വരുന്നത്, പോയിൻറ്റിങ് ടൈപ്പ് ബ്ലഡ് റിലേഷൻസ്. അപ്പോൾ ഇതും അതേപോലെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ അറിയോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കത് കുറഞ്ഞ സമയം കൊണ്ട് ഡെലിവർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആ കുറഞ്ഞ സമയം കൊണ്ട് ഡെലിവർ ചെയ്യണമെങ്കിൽ അതേ സ്റ്റൈലിൽ തന്നെ നമ്മൾ ഔട്ട്പുട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം എക്സാം അടുക്കുന്നവർ നമുക്ക് ഡെഫിനറ്റായിട്ട് സ്ട്രെസ്സ് വരും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ദിവസത്തിന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മളൊരു 24 മണിക്കൂർ ഒരു ദിവസം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഉറങ്ങുന്ന സമയം പ്ലസ് നിങ്ങളെ ബേസിക്കായ കാര്യങ്ങൾക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഉറങ്ങാൻ വേണ്ടി നിങ്ങളിപ്പോൾ ഈ 24 hours-ൽ 6 hours ഉറങ്ങുന്നുണ്ടെങ്കിൽ ബാക്കി 2 മണിക്കൂർ ബാക്കി കാര്യങ്ങൾക്ക് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് പഠിക്കാൻ ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. അപ്പോൾ ഈ സമയം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എല്ലാ സബ്ജക്ട്സിനും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് മാത്സിന് കിട്ടുന്ന സമയം ഞാൻ പറയുന്നത് 2 മണിക്കൂറിൻ്റെ സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ 4 മണിക്കൂർ നിങ്ങൾ മാത്സിന് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിന് 2 സ്ലോട്ടായിട്ട് ചെയ്യാം. കാരണം അത് അങ്ങനെ പറയാനുള്ള കാരണം എക്സാം 2 മണിക്കൂറാണ്. അപ്പോൾ ആ 2 മണിക്കൂർ അതേ സ്റ്റൈലിൽ നമ്മൾ ഒറ്റ ഇരുത്തത്തിൽ എണീക്കാതെ ആ 2 മണിക്കൂർ തന്നെ ഇരുന്നിട്ട് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്നതിനും പകരം 2 മണിക്കൂർ സെഷൻ എടുത്തിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഈ ബ്രേക്കിൽ നിങ്ങൾ റിലാക്സ് ചെയ്യണം, കുറച്ച് സമയം ബ്രേക്ക് എടുത്ത് റിലാക്സ് ചെയ്യണം. അങ്ങനെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച 2 മണിക്കൂർ പഠിച്ച കാര്യങ്ങൾ ബ്രെയിനിൽ ശരിക്കും അത് സ്റ്റോർഡ് ആവും. പിന്നെ ആവശ്യത്തിന് ഉറങ്ങണം. എക്സാം എടുക്കാറാകുമ്പോഴേക്ക് പല സ്റ്റുഡൻസും ഉറക്കം ഒഴിവാക്കുന്നതായിട്ട് കാണാം. അത് നല്ലതല്ല ഇൻ ദ സെൻസ്, കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉറക്കം വല്ലാതെ കുറച്ച് കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ മെമ്മറിയിൽ നിന്നും കുറേശ്ശെ ഒഴിഞ്ഞു പോകും, മറന്നു പോകും. അപ്പോൾ ഉറക്കം ആവശ്യത്തിന് വേണം. മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ കാണണം. ബാക്കി സമയം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഇരിക്കാം.
പിന്നെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത ഉറങ്ങുന്ന സമയം, എണീക്കുന്ന സമയം, പഠിക്കുന്ന സമയം, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് ഇതേ സിസ്റ്റം തന്നെ നിങ്ങൾ എക്സാമിന് ഫോളോ ചെയ്യാം. എക്സാമിന് പോകുന്ന ദിവസങ്ങളും ഇതേ സമയത്ത് തന്നെ എണീക്കുക, ആ ഒരു സിസ്റ്റം തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു റുട്ടീൻ മാറുന്ന സമയത്ത് പെട്ടെന്ന് റുട്ടീൻ മാറിക്കഴിഞ്ഞാൽ എക്സാമിൻ്റെ ദിവസം നിങ്ങൾ വളരെ നേരത്തെ എണീക്കുക, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് എണീക്കുക, വളരെ നേരം വൈകി കിടക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാമിൻ്റെ ദിവസം നിങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഒരു റുട്ടീൻ ആദ്യം ബിൽഡ് ചെയ്യുന്നത് ഇപ്പോൾ വളരെ കുറഞ്ഞ ദിവസങ്ങളുള്ളൂ. ഇപ്പോൾ ഒരു 10 ദിവസം കാണുകയാണെങ്കിൽ ഈ 10 ദിവസം നിങ്ങൾ ചെയ്യുന്ന അതേ റുട്ടീൻ തന്നെ ആയിരിക്കണം നിങ്ങൾ എക്സാമിനൊന്നും ഫോളോ ചെയ്യുന്നത്. ഡോണ്ട് ചേഞ്ച് ദ റുട്ടീൻ, പാറ്റേൺ മാറ്റരുത്. അപ്പോൾ ഇതേ പാറ്റേണിൽ തന്നെ നമ്മൾ എക്സാമിൻ്റെ ഒന്ന് എണീക്കുക, എക്സാം ഹോളിലേക്ക് പോവുക. എക്സാം ഹോളിൽ പോകുന്ന സമയത്ത് പേപ്പർ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത്. നമുക്ക് 100 ക്വസ്റ്റ്യൻസിൽ 100 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങൾ റാങ്ക് വാങ്ങാം എന്ന ഇൻറ്റൻഷനിലുള്ള ആളുകൾ ഉണ്ടാവാം. ബട്ട് മെജോറിറ്റി സ്റ്റുഡൻസിനും വേണ്ടത് പാസ് മാർക്കും അല്ലെങ്കിൽ അതിൽ കുറച്ചധികം മാർക്കാണ്. അപ്പോൾ ആ ഇൻറ്റൻഷനിൽ പോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം നിങ്ങൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ വർക്കൗട്ട് ചെയ്യാം. ഏറ്റവും നിങ്ങൾക്ക് എളുപ്പമുള്ള ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഫുൾ പേപ്പർ കവർ ചെയ്ത് വരണം. ഒരു മണിക്കൂർ കൊണ്ട് ഫുൾ പേപ്പർ കവർ ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിൽ എന്ത് ചെയ്യുക, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട കുറച്ചുകൂടെ സ്റ്റെപ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് സെക്കൻഡ് റൗണ്ടിൽ ചെയ്യാം. ഈ ഒരു അപ്രോച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോഴേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് കോൺഫിഡൻസ് വരും. ഈ കോൺഫിഡൻസ് വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെക്കാം. ഇനിയുള്ള ദിവസങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, ടൈം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക. ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നൊരു പ്രീമിയം പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു ചാലഞ്ചിങ് കോഴ്സാണ്. അപ്പോൾ ആ ഒരു ചാലഞ്ച് മനസ്സിലാക്കി ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത് വന്നിരിക്കുന്ന ആളുകളാണ് ഈ എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു അതേ സ്പിരിറ്റിൽ ഈ ഒരു മൊമെൻ്റ് അങ്ങനെ തന്നെ ബിൽഡ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എക്സാമിന് നല്ല രീതിയിൽ പോയി പ്രസൻറ്റ് ചെയ്യാം. നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എഫേർട്ടിൽ മാത്രം ഫോക്കസ് ചെയ്യുക. കാരണം നമ്മളെ മൈൻഡ് നമ്മളൊരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു. നമ്മളെ മൈൻഡ് ഇപ്പോൾ ആകെ ഫോക്കസ് ചെയ്യേണ്ടത് എക്സാമിന് നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് ഡെലിവർ ചെയ്യണം. വേറെ ഒന്നിനെക്കുറിച്ചും നമ്മൾ ശരിക്കും ഇപ്പോൾ ബോധർ ചെയ്യാൻ പാടില്ല. ഫോക്കസ് ഓൺ ഓൺലി വൺ തിങ്. എക്സാമിന് നമ്മൾ നല്ല ഔട്ട്പുട്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് എക്സാമിന് നല്ല ഔട്ട്പുട്ട് ഡെലിവർ ചെയ്യുക. അതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഡെഫിനറ്റായിട്ട് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഫോക്കസ് ഓൺ യുവർ എഫേർട്ട്, റിസൾട്ട്സ് ഡെഫിനറ്റ്ലി കം.